അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് പോകുന്നത് ഇവിടെ തായ്ഫിൽ തന്നെ ഒരു സൂ ഉണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പം ഒരുപാട് ആനിമൽസ് ഒന്നും അങ്ങനെ ഒരുപാട് ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഒരു സൂ ആണ് ഇവിടുത്തെ. എന്താ വൈകിട്ടൊക്കെ നമുക്ക് പോകാനും നല്ല രസമാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ പോകാൻ അപ്പോൾ ഗൈസ് നമ്മൾ സൂവിലോട്ട് വരുന്ന വഴിക്കാണെങ്കിൽ ഇവിടെ സൈഡിൽ സർക്കസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ജസ്റ്റ് ഇവിടെ നിന്ന് ചവിട്ടി. അപ്പം അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കിന് നമ്മളൊരു ഇത് കയറി വരുന്ന ഒരു എൻട്രിയാണ്. പിന്നെ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ്സ് ഇല്ലേ, ഫുഡ് വാങ്ങിച്ചിട്ട് അവിടെ വന്നിരുന്ന് കഴിക്കുന്ന സിസ്റ്റം. ഇതിനകത്ത് തന്നെ പാർക്കുണ്ട്. നമ്മുടെ ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വേണ്ടി കഴിക്കാൻ പറ്റുന്ന പാർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം സൈഡിൽ നമ്മളെ കാർ അകത്ത് ഓടിക്കാൻ പറ്റുന്ന കാറുണ്ട്. അതവിടെ നമുക്ക് ഇതിനകത്ത് ചുറ്റിക്കറങ്ങാൻ. പിന്നെ നല്ല ഭംഗിയുണ്ട്. ഈ രാത്രി സമയമാണ് ഇവിടെ അത്യാവശ്യം നല്ലത് കേട്ടോ. രാത്രിയിലാണ് നമുക്ക് കാണാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ ഇപ്പുറത്ത് മറ്റേ സീസോ ഇല്ല, സീസോ ഐറ്റം പിള്ളേർക്കൊക്കെ അറിയാം ഭയങ്കര. പിന്നെ ഈ കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ പെർഫ്യൂം അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളൊക്കെ ആ സ്പേസ് ഉണ്ട് അവിടെ. പിന്നെ ചെറിയൊരു മാർക്കറ്റാട്ടോ ഇതിനകത്ത്. ഇതിനകത്തോട്ട് അതാണ്ട് ഇതുണ്ടോ, ഇത് കോഫി ഷോപ്പുണ്ട് ഇവിടെ റൈറ്റിൽ. ഇത് ഫുൾ മാർക്കറ്റാണ് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ. അതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന മാർക്കറ്റുകളാണ്. ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസും എല്ലാം ഉണ്ട്. നമ്മുടെ ഈ എന്താ പറയുക, ഈ സ്നാക്സൊക്കെ ഇല്ലേ, ഈ കിട്ടാത്ത കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇത്രയും സ്പേസ് ഒരു കറക്റ്റ് ഒരു പാർക്ക് തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നോക്കിയപ്പോഴത്തേക്കിന് നമ്മുടെ തണ്ടർഫാളൊക്കെ ഇല്ലേ, അതേപോലുള്ള ഈ സ്പേസ് ഗണ്ണ് അങ്ങനെയുള്ള സാധനമില്ലേ, അതൊക്കെ പണ്ട് ഞാൻ വീഗാലാൻഡിൽ പണ്ട് അന്ന് വണ്ടർല ഇല്ലായിരുന്നു, വീഗാലാൻഡായിരുന്നു. ആ ടൈമിലൊക്കെ അവിടെ പോയിട്ട് നമ്മൾ കയറുന്നത്. അങ്ങനെ ഞാൻ ചുമ്മാ വൈഫിനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ഇതിനകത്തൊന്ന് കയറി ഒന്ന് ട്രൈ ചെയ്യാൻ വെച്ചു. പക്ഷേ വലിയ ഹൈറ്റ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ ഗൈസ് നമ്മൾ തായ്ഫ് സൂവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഇതിലേക്കൂടെയാണ് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യാൻ. ചാർജ് ഉണ്ട് ഇവിടെ. അപ്പം ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് വീഡിയോസ് ഉണ്ട്. കാരണം അകത്താണെങ്കിൽ നമുക്ക് ഇതിന് ബേർഡ്സ്, ആനിമൽസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഈ ചെറിയ ആക്ടിവിറ്റീസ് ഇല്ലേ, എന്താ നമ്മുടെ ഈ ഗെയിംസ് പോലുള്ള അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട് ഇതിനകത്ത്. ഇത് ഒരു നമ്മുടെ കാഴ്ചബംഗ്ലാവ് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് നല്ല രീതിക്ക് നല്ല സ്പേസിലാട്ടോ ഇത് പണിതിട്ടേക്കുന്നത്. ഇഷ്ടംപോലുണ്ട്. ഇത് നമ്മുടെ ചെറിയ ഹൊററില്ലേ, പേടിപ്പിക്കുന്ന ഒരു സംഭവം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സ്റ്റാച്ചു ഒക്കെ കാണിച്ചിട്ട് 3D ഐറ്റംസൊക്കെ അല്ലേ. ഞാൻ നോക്കിയപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ ഇരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലിരുന്ന ഒരു വയ്യാത്തൊരു കൊച്ചായിരുന്നു. ആ കൊച്ചിനെ ചെന്ന് പേടിപ്പിച്ചു. ആ കൊച്ചു പേടിച്ചു പോയി. അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള. പക്ഷേ ഇവർ അറിയത്തില്ല. പുള്ളിക്കാരനെ പിന്നെ അവിടുന്ന് അകത്ത് നിന്ന് ആളൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് അകത്ത് കൊണ്ടുപോയി. ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ വന്ന് പിള്ളേരെ പേടിപ്പിക്കുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര പേടിയാവും. ഞാൻ അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കിന് അവിടെ ഒരു PVR Max എന്ന് പറഞ്ഞിട്ടുള്ളൊരു 3D ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കതിനകത്ത് 3Dയിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ. ഇനി അത് ഞാനോളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഇതേപോലെ നിലവിളി തന്നെ
അങ്ങനെ ഗൈസ് നമ്മൾ കാഴ്ച ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ മൃഗങ്ങളെയൊക്കെ ഇനി ഉണ്ട്. ഈ സമയമായതുകൊണ്ട് എല്ലാം ഉറക്കമാണ് കുറച്ചൊക്കെ. ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഇവിടെ. എന്നുവെച്ചാൽ സിംഹം ഉണ്ടെങ്കിൽ ഒരു 4 എണ്ണം കാണും, അല്ലെങ്കിൽ 2 എണ്ണം, അങ്ങനെ ഓരോരോ സാധനങ്ങൾ അങ്ങനെയുള്ള. പിന്നെ ആടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, ആട്. ഇവിടെ നമ്മൾ തന്നെ നോക്കുമ്പോഴത്തേക്കിന് തൊട്ടടുത്താണെങ്കിൽ ഇങ്ങനെ കിടക്കുക, ഓരോ കൂട്ടിനകത്താക്കി ഇട്ടേക്കും. ഒരു കരടി ഇരുന്ന് എന്തോ കടിച്ചു കുറച്ച് തിന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇതൊക്കെ ഒരു ഫുഡ് ഇങ്ങനെ ഓരോ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ വളർത്തുന്നതും നല്ല രീതിയിൽ അവർ കെയർ ചെയ്യുന്നതും നോക്കുന്നതും ഒക്കെ കേട്ടോ. അല്ലാതെ ഒരു വൃത്തിഹീനതയായിട്ടൊന്നും അല്ല അവർ നോക്കുന്നതൊക്കെ. പിന്നെ ഹെലിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പൂച്ചവർഗത്തിൽപ്പെടുന്നൊരു ഐറ്റം ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് റെയറാണ്. ഇതൊക്കെ അങ്ങനെ ഒരുപാട് കാണത്തില്ല. പിന്നെ നമ്മുടെ കുറുക്കൻ തന്നെ കിടപ്പുണ്ട്, 2 എണ്ണം കൂടെ പിണങ്ങിയിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ കഴുതപ്പുലി, അത് ഉണ്ട്, 2 എണ്ണം ഉണ്ട് ഇതിനകത്ത്. എല്ലാം ജോഡിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് മറ്റേത് കടിച്ചു കുറച്ചുകൊണ്ട് ഇങ്ങനെ എന്തോ എല്ല് കിട്ടി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അതിനകത്ത്. എല്ലാവരെയും നോക്കും, ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കും ഇതൊക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുള്ളമ്പന്നി ഉണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ഹസ്കി ഇല്ലേ, സൈബീരിയൻ ഹസ്കി ഡോഗിനെ പറ്റിയിട്ട് ഒരു ചരിത്രം തന്നെ ഉണ്ട്. കാരണം എല്ലാവർക്കും അറിയാം, ഒരുവിധം ആൾക്കാർക്ക് അറിയാമല്ലോ. കാരണം ഭയങ്കര ഈ ഡോഗിനൊരു ഭയങ്കര സവിശേഷതയുണ്ട്. പിന്നെ തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ ഡോൾഫിൻ പാർക്കുണ്ട്, ഡോൾഫിൻ വില്ലേജ് എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ട്. അതിൻ്റെ താഴെ ഡോൾഫിൻ്റെ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ, ഓരോ ടൈമാണ് അതിന്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ജിറാഫിൻ്റെ ഒരു ഷെഡ് അടിച്ചിട്ടിട്ടുണ്ട്, അതിനകത്തുണ്ട്. എല്ലാം ഉറക്കം കേട്ടോ, ചിലതൊക്കെ ഉറങ്ങി ഇരിക്കുക. ജിറാഫൊക്കെ ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഉറങ്ങുന്ന രസമാണ്. കാരണം ഇത് കഴുത്ത് ഒടിഞ്ഞു കിടക്കുന്നതിൻ്റെ കൂട്ടായിരിക്കും ഈ ജിറാഫൊക്കെ ഉറങ്ങുന്നത്. നല്ല രസമുണ്ട്. പക്ഷേ ഇതൊക്കെ മഴ പെയ്യുമ്പോഴത്തേക്കിന് എല്ലാം അകത്ത് കയറും. പിന്നെ നമ്മുടെ ഇതില്ലേ, നമ്മുടെ ഈ ഒരു മൃഗത്തിൻ്റെ നമ്മുടെ ലാമയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷീപ്പ്, ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. ജമുനാപ്പാരിയൊക്കെയാന്ന് തോന്നുന്നു നിൽക്കുന്നത്. ആടിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ആടുകളുണ്ട് ഇതിനകത്ത്. ഒരു 2 സെക്ഷനാക്കിയിട്ടാണ് ഇതിനെ വളർത്തുന്നത്, ആടിനെയൊക്കെ. പിന്നെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാം. ഒരു പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുക്കാം, ഇതാണ് ഷീപ്പ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നാണെങ്കിൽ നമ്മുടെ കങ്കാരു വെള്ള കങ്കാരുവിനെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. വെള്ള കങ്കാരു അങ്ങ് കാണാം, ഞാൻ സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ, വെള്ള കങ്കാരുവാണ്. നല്ല രസം. ഇതൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ മനുഷ്യർ നിൽക്കുന്നതിൻ്റെ കൂട്ടൊക്കെ ഇത് എഴുന്നേറ്റ് നിൽക്കുന്നത്. നല്ല ജമ്പ് ചെയ്ത് ചാടും കേട്ടോ ഇതൊക്കെ. അതുപോലെ തന്നെ തൊട്ടടുത്താണെങ്കിൽ വേറൊരു കങ്കാരോട് ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ അതിനെ കാണിക്കാം, കുറച്ചുകൂടെ അടുത്ത് ഞാൻ കാണിക്കാം. ഒരു സാധനം ഇപ്പുറത്തിരിപ്പുണ്ട്. അത് ഈ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൻ്റെ അവിടെ വന്നിരിക്കുക. അത് ഈ തൊട്ടടുത്താണ്. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം നിങ്ങളെ. ഇതാണ്ടേ ഇവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം, കണ്ടോ? ഇതിനകത്താണെങ്കിൽ ഇത് ജമ്പ് ചെയ്യാനുള്ള ഇങ്ങനെ പമ്മി ഇരിക്കുക. അത് അവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതിനകത്ത്, ഈ ഒരു സൈഡ്. അപ്പോൾ അതാണ് ഈ തണുപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അത് പിള്ളേരൊക്കെ നോക്കുന്നുണ്ട്. ഇതിനകത്തൂടെ കൈയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കൈയൊക്കെ കയറി കടിക്കുന്നില്ലയോ എന്ന് അറിയത്തില്ല. അങ്ങനെ നല്ല രസമുണ്ട്. ഇത്ര അടുത്തൊക്കെ കാണുന്നത് നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഗൈസ്, ഇനി അടുത്ത ഇതിൻ്റെ ഷെഡുണ്ട് കേട്ടോ. ഇതിന് ഒരു ബേഡ്സിൻ്റെ സെപ്പറേറ്റ് സെക്ഷൻ, മൃഗങ്ങളുടെ ആനിമൽസിൻ്റെ സെപ്പറേറ്റ്, അങ്ങനെ ഇതൊക്കെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്തുകൊണ്ട് നടക്കും. നമുക്ക് വാങ്ങിക്കാം പൈസ കൊടുത്തിട്ട്. ഞാൻ പറഞ്ഞ ആന ഇതാണ് കേട്ടോ. നമ്മളൊക്കെ ആന ഒരുപാട് നാട്ടിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾക്ക് ആനയെ കാണാൻ ഒരു പഞ്ഞമില്ല നാട്ടിൽ. കാരണം നമുക്ക് കാട്ടാനയും നാട്ടാനയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊരു രക്ഷയില്ലാത്ത സാധനം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാമൂത്തൊക്കെ പറയത്തില്ല, ആനയുടെയൊക്കെ ഒരു വർഗ്ഗത്തിലുള്ള മാമൂത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു സൈസാണ്. ഇത് പ്രായമുള്ള ആനയാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ആന കേട്ടോ. ഭയങ്കര സൈസായി ആനയെ കാണാം. പിന്നെ ഒരുപാട് ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഇതൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ഓരോരോ മൃഗങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരുപാട് മൃഗങ്ങളുള്ളതെല്ലാം. പിന്നെ തൊട്ടപ്പുറത്ത് ഒട്ടകപ്പക്ഷിയുണ്ട്. ഒട്ടകപ്പക്ഷിയൊക്കെ തുറിച്ച് നോക്കുമോ, ഇതൊക്കെ പറയാൻ പറ്റില്ല, നല്ല കൊത്തും. നമ്മുടെ കൈ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കയ്യിലിട്ട് കുത്താൻ ചാൻസ് ഉണ്ട്. ഒട്ടകപ്പക്ഷിയൊക്കെ ഉറങ്ങുന്ന കാണാൻ നല്ല രസം കേട്ടോ. ഒട്ടകപ്പക്ഷിയൊക്കെ ഈ കഴുത്തൊക്കെ ഇതിന്റെ ചിറകിന്റെ കീഴിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒട്ടകപ്പക്ഷി ഉറങ്ങും. നമ്മൾ തല കാണത്തില്ല. പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഒട്ടകപ്പക്ഷി എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാം. ഇതൊക്കെ ഒന്ന് അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. ഇതെല്ലാം വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല.
പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇത് ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനും കേൾക്കാനൊക്കെ സൂപ്പറാണ്. അതേ ഒട്ടപക്ഷി ഉറങ്ങുന്ന ഇങ്ങനെ കേട്ടോ. പിന്നെ അതേപോലെ സീബ്രയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ഗൈസ്, ഇതിനകത്ത് ഇങ്ങനെയുള്ള ബേഡ്സിനെ നമുക്ക് കാണാനുള്ളൊരു സംഭവമുണ്ട് കേട്ടോ ഇവിടെ. അതേപോലെ നമ്മുടെ കയ്യിൽ പിടിക്കാം, പറപ്പിക്കാം, എല്ലാം ഉണ്ട് ഇതിനകത്ത്. പ്രാവ്, അതുപോലെ തന്നെ ഒരുപാട് ബേഡ്സ്, തത്ത, അങ്ങനെ ഒരുപാട് തത്തയുടെ തന്നെ പല പല തത്തയുണ്ട്. മറ്റേ പഞ്ചവർണ്ണ തത്ത, അങ്ങനെയുള്ള ഒരുപാട് കിളികളുണ്ട് ഇതിനകത്ത് കേട്ടോ. ഇതൊക്കെ നല്ല ഭയങ്കരമായിട്ട് നമ്മുടെ ഇണങ്ങുന്ന ടൈപ്പാണ്, പെട്ടെന്ന് ഇണങ്ങി, അങ്ങനെ രസമുണ്ട്. ഇതൊക്കെ രസമാണ് കാണാനും. പിന്നെ അതേപോലെ തന്നെ എല്ലായിടത്തും ഇത് കുറച്ചുകൂടെ വലിയ ഷെഡാണ് കേട്ടോ. ഈ വലിയ ഷെഡാകുമ്പം ഈ നമ്മൾക്ക് ഈ ബേഡ്സിനെ, പക്ഷികളെ ഒന്നും നമുക്ക് ഒരുപാട് ഇതിനകത്തുണ്ട്. പക്ഷേ എല്ലാം ഓരോ സൈഡിലായിട്ടാണ്. ഇതിനകത്ത് തന്നെ ഒരു ഇനിയിപ്പോൾ ഒരു മൊയിലിൻ്റെ അങ്ങോട്ട് കയറി പോകുന്നത് മുയലുണ്ട്. ഇത് കണ്ടോ, വെള്ളമയിൽ കണ്ടോ? വെള്ളമയിലൊക്കെ നമ്മളങ്ങനെ അധികം കാണാത്തതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ നോർമലായിട്ടുള്ള മയിലിനെയല്ലേ നമ്മൾ കാണുന്നത്. വൈറ്റ് മയിലുണ്ട് ഇവിടെ. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നോർമൽ മയിലും ഉണ്ട്. അങ്ങനെ മൊത്തം കിളികളാട്ടോ ഇതിനകത്ത്. കിളികളും ഉണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഷെഡുണ്ട്. ആ ഷെഡിലോട്ട് ഞാൻ എൻ്റെ കയ്യിലോട്ട് വരുമോ നോക്കിയതാണ്. പക്ഷേ ഇത് വരത്തില്ല. ഇത് പ്രായമായതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം ഇതൊക്കെ കയ്യിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ കൈ അങ്ങ് ഈ നഖം കുത്തി അങ്ങ് ഇറങ്ങും ഈ സാധനം. നല്ല ഇണക്കമുണ്ട് കേട്ടോ ഇതിനെല്ലാം. അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ചെറിയൊരു ഷെഡുണ്ട്. ഇത് ഒരു മറ്റേ തത്തയുടെ തന്നെ വേറൊരു ഐറ്റമാണിത്. ഇനിയിപ്പോൾ ഇതിനകത്ത് മുയലിനെ വളർത്തുന്നുണ്ട് ഇതിനകത്തൊക്കെ ബേഡ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നോർമൽ മൈൻഡ് ഇതിനകത്തും. അതേപോലെ തന്നെ ഈ ഷെഡിനകത്തോട്ട് നമുക്ക് കയറാം. ഷെഡിനകത്തോട്ട് കയറുമ്പം ഞാൻ കാണിക്കാം. കണ്ടോ, മൊത്തം ഇതിനകത്ത് മുയലാണ് കേട്ടോ. കണ്ടോ, ബ്ലാക്ക്. ഇതിനകത്തും പക്ഷികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഇതിൻ്റെ മേളിലും അവിടെ ഇവിടെയൊക്കെ. കണ്ടോ, വെള്ള മുയലുണ്ട്. പിന്നെ കോഴി ഇതിനകത്തുണ്ട് കേട്ടോ. കോഴിയും മുയലിനെയും യമൂനെയും എല്ലാത്തിനെയും കൂടെ ഒക്കെ ഒരുമിച്ച് ഇതിനകത്തിട്ട് വളർത്തിയേക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഒരു നല്ല ക്ലൈമറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ജീവിക്കും നന്നായിട്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് തത്ത നോക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര എല്ലാം കൂടെ കിടക്കുന്നുണ്ട്, ഒരു ഇണക്കമുണ്ട്. ഈ തത്തകളും ഇവരും ഒരു ഫാമിലി ആയിട്ട് നിൽക്കുക. നമ്മളെല്ലാം തറവാടെന്ന് പറയത്തില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു തറവാടായിട്ടാണ് കാണുന്നത്. എല്ലാ ജന്തുക്കളും എല്ലാം കൂടെ ഒരുമിച്ചുള്ളത്. ഇത് വൈഫിൻ്റെ കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര പേടി ഇത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ വെളിയിലൊക്കെ നമ്മുടെ ഈ കീ ചെയിനകത്തൊക്കെ നമ്മുടെ പേരൊക്കെ എഴുതി തരത്തില്ലേ, അതുപോലെ നമ്മുടെ ഈ ചെറിയ അരിക്കകത്തൊക്കെ പേരെഴുതി തരും. അങ്ങനെ പിന്നെ തൊട്ടപ്പുറത്ത് ഇതാണ് എൻ്റെ ഒരു എൻട്രി വരുന്നത്, കല്ലിൽ വെച്ചിട്ട്. ഇത് പക്ഷേ പണി തയ്ക്കുന്ന നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ. കാരണം കല്ലിൽ ഒരു സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ആർച്ച് രൂപത്തിലൊക്കെ ആക്കിയിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നോക്കട്ടെ, നാളെ
വേറെ കുറേ പ്ലേസ് ഉണ്ട്. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നാളത്തെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പം ഓക്കെ, സൈനിങ് ഔട്ട്. താങ്ക് യു.